ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ കണ്ടത്? നമ്മൾ ബാട്ടു കേവ്സിൽ പോയി, പിന്നെ നമ്മൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. 1 hour റെസ്റ്റ് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ പെട്രോണാസ് ട്വിൻ ടവർ കാണാനാണ്. ട്വിൻ ടവർ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള രാത്രിയുള്ള വ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 7 മണിക്ക് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യും. ലൈറ്റ് ഷോ, ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ട്. ഈ ട്വിൻ ടവറിൽ 88 ഫ്ലോർസ് ആണ് ഉള്ളത്. രണ്ടും ഐഡൻറ്റിക്കൽ ടവറാണ്, പക്ഷെ 2 കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 2 ഐഡൻറ്റിക്കൽ ടവേഴ്സിനെയും ഒരു സ്കൈ ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ 40th or 41st ഫ്ലോറിലാണ് സ്കൈ ബ്രിഡ്ജ് വരുന്നത്. 86th ഫ്ലോറിലായിട്ട് സ്കൈ ഡെക്ക് ഉണ്ട്, ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട് കേട്ടോ. അവിടേക്ക് പോയാൽ കോലാലംപൂർ സിറ്റി ഫുൾ കാണാൻ പറ്റും. നാളെ പകൽ നമ്മൾ അവിടേക്ക് പോവും. നമ്മളൊരു ഇച്ചിരി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ എത്തി. ഇപ്പം നമ്മൾ ടവറിനകത്തേക്ക് ഒന്ന് കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാണ്. എൻട്രൻസിൽ തന്നെ നമുക്കൊരു സൂപ്പർ അട്രാക്റ്റീവ് ഐറ്റം കാണാം. ഫോർമുല 1 കാർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. F1 ഫാൻസിനുള്ളൊരു അടിപൊളി ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ ഇത്. അകത്തേക്ക് കയറിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഫുൾ ലക്ഷറി ബ്രാൻഡ്സാണ് മക്കളെ, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് വായി നോക്കി നടപ്പുണ്ടായിരുന്നു. ഇതുകൂടെ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇതുവഴി പോയപ്പോൾ എൻ്റെ ദൈവമേ, മണം അടിച്ചിട്ട് വായിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. സത്യം പറയാലോ, നല്ല രീതിയിൽ കൊതി വിട്ടിട്ടുണ്ട് ഞാൻ. ട്വിൻ ടവർ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല അല്ലേ? എന്ത് ഭംഗിയാ കാണാൻ, രാത്രിയിൽ എന്ത് രസമാണ് അത് കാണാൻ. ഇവിടെ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ട്വിൻ ടവറിൻ്റെ കൂടെ നമ്മൾ മാത്രം അങ്ങനെ ഒരു ഫോട്ടോയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ എനിക്കൊരു ഫോട്ടോ കിട്ടിയ ഈ ഒരൊറ്റ ഫോട്ടോ ഞാൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയാക്കി, സ്റ്റാറ്റസാക്കി, റീസെൻ്റ്ലി യൂട്യൂബ് ഷോർട്സും ആക്കി അപ്ലോഡ് ചെയ്തു. നമ്മൾ ലൈറ്റ് ഷോയും ട്വിൻ ടവറൊക്കെ കണ്ടിട്ട് ദേ ഇപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതൊരു ബാർ സ്ട്രീറ്റ് ആണ് കേട്ടോ. നമ്മളൊരു റെസ്റ്റോ ബാറിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ തന്നെ അനുമാനിക്കാം. ബസ് കുറച്ച് മുന്നേ ആയിട്ട് നിർത്തിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. 2 സൈഡിലായിട്ടും റെസ്റ്റോ ബാറും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. നമ്മൾ ദേ എത്തിയത് ഇവിടെയാണ്. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വൈബ് അല്ലേ? വീണ്ടും ബുഫേ. ഇത് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലത്തെ പോലെയല്ല. രാവിലെ എൻ്റെ അമ്മയെ എന്തെടുക്കണം ഏതെടുക്കണം ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു രാവിലെ. അപ്പം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഫുഡ് അടിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തട്ടി വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. എനിക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. കാരണം രാവിലെ നമ്മൾ ബാട്ടു കേസിലാണ് പോയത്. 272 സ്റ്റെപ്സാണ് കയറിയത്. ഞാൻ ഇന്ന് വരെ ഇത്രയും സ്റ്റെപ്സൊന്നും ഒറ്റയടിക്ക് കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട്. കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ കേട്ടോ അവര്. നമ്മളിതേ ഹോട്ടലിലെത്തി. നേരെ റൂമിലേക്കാണ്. ഹലോ ഗൈസ്, അപ്പോൾ ദേ ഞാൻ റൂമെത്തി, കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ പോവാണ്. ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ ബാട്ടു കേസിലാണ് പോയത്. വൈകിട്ട് ട്വിൻ ടവറിൽ പോയി. ഭയങ്കര ഗ്രില്ലായിരുന്നു. ട്വിൻ ടവർ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ, എന്താ പറയുക, പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഫോട്ടോസൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. കാരണം
അവിടെ ഇച്ചിരി ക്രൗഡഡ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചൊന്നും നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല വിധേയനെ നമ്മൾ ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നാളെ സിറ്റി ടൂറാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് എണീക്കണം. നേരത്തെ തന്നെ ഞാനൊന്ന് ഉറങ്ങാണ്. ഇന്നലെ ഞാൻ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പം ഇന്ന് ഉറങ്ങുകയാണ്. നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം.